ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ക്ലിപ്പ് മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നോ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ത്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് സാറ്റിൻ സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. സാറ്റിനും ഫ്രഞ്ച് നോട്ടുമാണ് നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ലോങ് വീഡിയോ ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുന്നത്തെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഫ്രഞ്ച് നോട്ടൊക്കെ വളരെ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ സൂചി പൊക്കിയെടുത്ത ശേഷം ത്രെഡ് സൂചിയിൽ 2 തവണ ചുറ്റിയിട്ട് സെയിം സ്പോട്ടിൽ തന്നെ കുത്തി ഇറക്കുവാണ് വേണ്ടത്. ടൈറ്റായി പിടിച്ചിട്ടില്ലെങ്കിൽ ഫ്രഞ്ച് നോട്ട് കറക്റ്റായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ഫ്രഞ്ച് നോട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സൂചിയിൽ ഇപ്പോൾ 2 തവണ കോർക്കുന്നതിന് പകരം 3 തവണ ചുറ്റി കൊടുത്താൽ കുറച്ചുകൂടെ വലിപ്പത്തിൽ വരും. 4 തവണയാണെങ്കിൽ അതിലും വലിപ്പത്തിൽ വരും. ചെറിയതാണ് വേണ്ടെങ്കിൽ, ചെറിയൊരു ഡോട്ട് പോലെ നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ റൗണ്ട് നമ്മൾ കൊടുത്താൽ മതിയാവും. കണ്ടില്ലേ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ സൂചിയും ത്രെഡും എടുത്തിട്ട് നല്ല രീതിയിൽ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കിത് എളുപ്പത്തിൽ മനസ്സിലാവും. കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ടൊക്കെ തോന്നാം, പക്ഷേ ഫ്രഞ്ച് നോട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഫ്രഞ്ച് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ മുന്നത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാരണം എങ്ങനെയാണ് ചെയ്യേണ്ടത്. വീഡിയോയുടെ ലെങ്ത്ത് ഞാൻ പരമാവധി കുറച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ റിപ്പീറ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതോരോന്നും ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ ഞാൻ ഇത്ര സ്പീഡിലല്ല കേട്ടോ ചെയ്യുന്നത്. വീഡിയോ കുറച്ച് സ്പീഡാക്കിയതുകൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത്. ഞാൻ വളരെ മെല്ലെയാണ് ചെയ്യുന്നത്. നമ്മൾ 2 പോർഷനിലും ഫ്രഞ്ച് നോട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സാറ്റിൻ സ്റ്റിച്ചാണ്. സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഫില്ല് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഫ്ലവർ അല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഫ്ലവറിൻ്റെ ഇതള് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിൽ സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്തത്. മെയിനായിട്ട് ഇതിൻ്റെ യൂസ് ഇത് തന്നെയാണ് കേട്ടോ. ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഉൾഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സാറ്റിൻ സ്റ്റിച്ച് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളും ഫില്ല് ചെയ്ത് കൊടുക്കാം. അധികം ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഈ എംബ്രോയ്ഡറി സ്റ്റിച്ചസൊക്കെ പഠിക്കുന്നത് ഓൺലൈനായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കും ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.